ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ആദ്യത്തെ ടെസ്റ്റിനെ പോലെ തന്നെ രണ്ടാമത്തെ ടെസ്റ്റിലും ആദ്യത്തെ ദിവസം ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കമെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആ ഒരു ടീം സെലക്ഷനെ കുറിച്ചാണ്. ഇപ്പോൾ പ്രിവ്യൂ വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിനു മുമ്പ് ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റിൽ ഒരു ഇൻഡെപ്ത് റിവ്യൂ മാത്രമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഇന്നലെ തന്നെ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് പോലെ 3 ചേഞ്ചസ് ആയിരുന്നു ടീമിലുണ്ടായിരുന്നത്. സായി സുദർശന് പകരം ടീമിലേക്ക് നിതീഷ് റെഡ്ഡി വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷർദുൽ താക്കൂറിന് പകരം വാഷിംഗ്ടൺ സുന്ദർ വന്നു. പിന്നീട് ബുംറ പ്രതീക്ഷിച്ചിരുന്ന പോലെ, അതായത് ബുംറയുടെ വർക്ക് ലോഡ് കാരണം 3 മത്സരങ്ങൾ മാത്രമേ കളിക്കുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ബുംറ ഈ മത്സരം കളിച്ചില്ല. പകരം ആകാശ് ദീപാണ് ടീമിലേക്ക് വന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടെസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോഴ്സസ് ഫോർ കോഴ്സസ് എന്ന പരിപാടി നടക്കില്ല. അതായത് ഇപ്പോൾ ടെസ്റ്റിൽ 1, 2, 3, 4 എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു നമ്പർ 3, നമ്പർ 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനുകളുടെ പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, അതായത് ആദ്യ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ വിചാരിച്ചത് കരുൺ നായർ നമ്പർ 3 സ്പോട്ടിൽ വരുന്നത് തന്നെയാണ്. ഇപ്പോൾ കരുൺ നായർ ഇന്ത്യയ്ക്ക് വേണ്ടി ആ ഒരു മത്സരത്തിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ നമ്പർ 3യിലേക്ക് സായി സുദർശനാണ് ഓപ്റ്റ് ചെയ്തത്. ഇപ്പോൾ സായി സുദർശൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഇന്നിങ്സ് ഡക്കിന് പോയി, രണ്ടാമത്തെ ഇന്നിങ്സ് തരക്കേടില്ലാത്തൊരു കുഞ്ഞ് ഇന്നിങ്സ് കളിച്ചു എന്ന് പറയാം. പക്ഷേ ഒരു നല്ല സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ മത്സരത്തിന് ശേഷം ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സായി സുദർശനെ ടീമിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും കരുൺ നായരെ 6ൽ നിന്ന് 3ലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഈ കണ്ടിന്യൂസ് ചോപ്പ് ആൻഡ് ചെയ്യുന്ന ഒരു സംഭവം നടക്കില്ല. അതായത് ഒന്നെങ്കിൽ കരുൺ നായരെ തന്നെ ആദ്യ മത്സരത്തിൽ നിന്ന് കളിപ്പിക്കാമായിരുന്നു. ഇവിടെ ഒരു കണ്ടിന്യൂസ് ഒരു ലോങ് റോപ്പ് കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു യങ് പ്ലെയർ ആണ്, ഒരു പ്രത്യേകിച്ച് ഡെബ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് പോലൊരു ഹോസ്റ്റൽ കണ്ടീഷനിലാണ്. അപ്പോൾ അവിടെ അവർക്കൊരു ലോങ് റോപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്പെരിമെന്റേഷൻ മുതിരാതെ തന്നെ കരുൺ നായറിനെ 3ാം സ്പോട്ടിലേക്ക് ഇടാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സായി സുദർശന് പിന്നീട് ഒരു ലോങ് റോപ്പ് കൊടുക്കാതെ ഡ്രോപ്പ് ചെയ്തു. അത് മാത്രമല്ല, ഒറ്റയടിക്ക് 6ാം നമ്പറിൽ കിടന്നിരുന്ന കരുൺ നായറിനെ പിടിച്ച് 3ാം നമ്പറിൽ ഇറക്കി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കണ്ടിന്യൂസ് ചോപ്പ് ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ലോങ് റണ്ണിൽ, പ്രത്യേകിച്ച് ഒരു ട്രാൻസിഷൻ ഫേസിൽ ടീമിന് ഗുണം ചെയ്യുന്ന കരുതുന്നില്ല. ഇപ്പോൾ എക്സ്പെരിമെന്റേഷൻ എന്നൊക്കെ പറയാമെങ്കിലും ഒരു മത്സരം മാത്രമല്ലേ സായി സുദർശന് കൊടുത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലോങ് റോപ്പ് കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കരുൺ നായറിനെ ഈ മത്സരത്തിൽ നമ്പർ 3യിൽ ഇറക്കി. ഇനി അടുത്ത മത്സരത്തിൽ മറ്റൊരു ചേഞ്ച് കൊണ്ടുവരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ടീം ഇപ്പോൾ നമ്മൾ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആ ഒരു ഫുൾ ഓൺ അഗ്രസീവ് ടെംപ്ലേറ്റ് ആണ്. അതിലിപ്പോൾ ആ ഒരു ഓൺ ഫീൽഡ് ബിഹേവിയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അപ്പം ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബാറ്റേഴ്സിനെ കുത്തു നിറച്ചുകൊണ്ട് ഒരു 600 റൺസ് അല്ലെങ്കിൽ ഒരു 500 റൺസ് എടുത്തു, എല്ലാ മത്സരങ്ങളിലും എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കില്ല. ഒരു ടെസ്റ്റ് വിജയിക്കണമെങ്കിൽ എതിരാളികളുടെ 20 വിക്കറ്റും എടുക്കണം. അപ്പോൾ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബോളിംഗ് യൂണിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ബിൽഡ് ചെയ്യുന്നതിന് ഇന്ത്യ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇന്ത്യ ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റിലാണ്. അതായത് ഒരു 20 വിക്കറ്റും എടുക്കുന്ന ഒരു ബ്രൂട്ട് ഫോഴ്സ്, ഒരു ബ്രൂട്ട് അറ്റാക്ക് ഇന്ത്യക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ തന്നെ അവർ ബാറ്റിംഗ് സ്ട്രെങ്ത് കൂടുതൽ കൂട്ടാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ഒരു ഓൾറൗണ്ടറാണ്, നിതീഷ് ഒരു ഓൾറൗണ്ടറാണ്, അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ഒരു ഓൾറൗണ്ടറാണ്. ഒരാൾ ബാറ്റിംഗ് ഓൾറൗണ്ടർ, ഒരാൾ ബോളിംഗ് ഓൾറൗണ്ടർ. ഇവർ രണ്ടുപേരും പ്യുവർ ബോളേഴ്സ് അല്ല. ഇപ്പോൾ ജസ്പ്രീത് ബുംറയെ പോലൊരു ഷുവർ ഷോട്ട് വിക്കറ്റ് ടേക്കർ ടീമിൽ ഇല്ലാത്ത സമയത്ത് അവർക്ക് ബോളിംഗ് ഒന്നുകൂടി ബോൾസ്റ്റർ ചെയ്യാമായിരുന്നു. അപ്പോൾ കുൽദീപ് യാദവിനെ പോലൊരു അറ്റാക്കിംഗ് സ്പിന്നർ ഇവരുടെ ടീമിലുണ്ട്. പക്ഷേ ഇവരൊരു വാഷിംഗ്ടൺ സുന്ദറിനെയാണ് ഇവർ ഓപ്റ്റ് ചെയ്തത്. ഇവിടെ വാഷിംഗ്ടൺ സുന്ദറിനെ മോശമായിട്ട് പറയുകയല്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ടീമിൽ കളിക്കുന്ന എല്ലാവരും ആ ഒരു പ്ലേസ് ഏൺ ചെയ്തിട്ട് തന്നെ വന്നവരാണ്. പക്ഷെ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിൽ പോവുകയാണെങ്കിൽ കുൽദീപ് യാദവിനെ ആയിരുന്നു അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവരെ ഒരു ബാറ്റിംഗ് കൂടെ നോക്കിയിട്ടാണ് ടീമിനെ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ഇപ്പോൾ ആദ്യ മത്സരം തന്നെ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ വിക്കറ്റിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ ചിലപ്പോൾ ഞാനീ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദറൊക്കെ നന്നായിട്ട് വിക്കറ്റ് എടുക്കാം. പക്ഷെ എന്നാലും ആ ഒരു ഡിഫെൻസീവ് സ്റ്റൈൽ, അങ്ങനത്തെ ഒരു ഡിഫെൻസീവ് സ്റ്റൈൽ എനിക്ക് അങ്ങോട്ട് ഒരു ഇതാവുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ അറിയാമല്ലോ അതിനുള്ളൊരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ ബെൻ സ്റ്റോക്സിന്റെ കീഴിലുള്ള ഒരു ചേസിങ് സൈഡ്, അതായത് 4ാമത്തെ ഇന്നിങ്സിൽ ഏതൊരു സ്കോർ എതിരാളികൾ ഉയർത്തിയാലും ആ സ്കോർ ചേസ് ചെയ്ത് വിജയിക്കുക എന്നുള്ളൊരു ഐഡിയോളജിയാണ്, ഒരു ബോസ് ബോൾ കൈൻഡ് ഓഫ് ഐഡിയോളജിയാണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ബോളിംഗ് തിരഞ്ഞെടുത്തത്. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത ബാറ്റർ എന്ന് പറയുന്നത് KL രാഹുലാണ്. എന്നാൽ ഈ മത്സരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ KL രാഹുൽ പുറത്തെടുത്ത ആ ഒരു മികവ് തുടരാനായില്ല. അതായത് കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ പ്ലേസ് ആൻഡ് മിസസ് പോലും ഇല്ല, ഒരു ഫുൾ കൺട്രോളിലായിരുന്നു രാഹുൽ. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ അങ്ങനെ ആയിരുന്നില്ല. 2 റൺസിന് രാഹുൽ പുറത്തായി. പിന്നെ 1 ഡൗൺ ആയിട്ട് കരുൺ നായർ വന്നു. കുറച്ച് നല്ല എക്സ്പാൻസീവ് കവർ ഡ്രൈവ് ഒക്കെ കളിച്ചെങ്കിലും ഒരു ബ്രൈഡൻ ഗാർഡ്സിന്റെ ആ ഒരു പക്ക വെൽ ആക്യുറേറ്റ് ഷോർട്ട് ബോളിൽ കരുൺ നായർ പുറത്താവുകയാണ് ചെയ്തത്.
ഇപ്പോൾ കരുൺ നായരുടെ ഒരു ഷോട്ട്സ് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. അപ്പോൾ ചില ഇംപ്രസീവ് ഷോട്ട്സ് ഒക്കെ കളിച്ചു, പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് 4-ാം നമ്പറിൽ ശുഭ്മാൻ ഗിൽ എത്തി. അപ്പോൾ ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ലാണ്. ഇപ്പോൾ ഗില്ലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽ ഈ മത്സരത്തിൽ കളിച്ച കൺട്രോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96.5 ആണ്. ഇതൊരു സർവ്വകാല റെക്കോർഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റെക്കോർഡുകൾ സൂക്ഷിക്കാൻ, അതായത് കൺട്രോൾ പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ഒരു ബാറ്ററിൻ്റെ ഏറ്റവും കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സെഞ്ചുറിയാണ് ശുഭ്മാൻ ഗില്ലിൻ്റേത്. അപ്പോൾ ഈ 96.5% എന്ന് പറയുന്നത് ഒരു റെക്കോർഡാണ് ഞാൻ പറഞ്ഞ പോലെ. അത് ഒരു എക്സ്ട്രാordinary ഇന്നിങ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് ഒരു അവസരം ശുഭ്മാൻ ഗിൽ നൽകിയില്ല. അതുപോലെ തന്നെ ജയ്സ്വാൾ ആദ്യത്തെ മത്സരത്തിൽ ആദ്യത്തെ ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ചിരുന്നു. ഈ മത്സരത്തിൽ 87 റൺസാണ് എടുത്തത്. തീർച്ചയായിട്ടും ഒരു സെഞ്ചുറി അർഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അർഹിച്ചിരുന്നു. എന്നാൽ ഒരു എക്സ്പാൻസീവ് കട്ട് ഷോട്ടിന് ശ്രമിച്ചിട്ട് നമ്മുടെ ജയ്സ്വാൾ പുറത്താവുകയാണ് ചെയ്തത്. പിന്നീട് ഋഷഭ് പന്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. ഋഷഭ് പന്ത് തുടക്കം ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കളിച്ച് വന്നെങ്കിലും പിന്നീട് ഷോയബ് ബാഷറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ വിക്കറ്റ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. നിതീഷ് റെഡ്ഡി നമ്മുടെ ക്രിസ് വോക്സിന്റെ ആ ഒരു പന്തിൽ വെറുതെ ഷോൾഡർ ചെയ്തിട്ട്, അതായത് വെറുതെ പന്ത് ലീവ് ചെയ്തിട്ട് പുറത്തായി. കൃത്യമായിട്ട് എന്തായാലും റെഡ്ഡിയെ ബൗൾഡാക്കാൻ ക്രിസ് വോക്സിനായി. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ കാര്യം അറിയാം. അപ്പോൾ ഏകദേശം 72 റൺസിന് 13 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ ടീമാണ്. അപ്പോൾ അങ്ങനെ ഇന്നും ഒരു കൊളാപ്സ് ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം വന്നെങ്കിലും ജഡേജ മികച്ചു നിന്നു. അപ്പോൾ ജഡേജയും ശുഭ്മാൻ ഗില്ലും കൂടി ചേർന്നിട്ട് മികച്ച ഒരു രീതിയിൽ തന്നെ കളി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 85 ഓവറിൽ 310 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിൽ 310 റൺസാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ശുഭ്മാൻ ഗിൽ 114 റൺസോടെയും രവീന്ദ്ര ജഡേജ 41 റൺസോടെയും പുറത്താവാതെ നിൽക്കുന്നുണ്ട്. ഒരു 99 റൺസിന്റെ എക്സലന്റ് പാർട്ണർഷിപ്പാണ്. വീണ്ടും ഒരു കൊളാപ്സിലേക്ക് ഇന്ത്യ പോയില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ക്രിസ് വോക്സ് ആണ് മികച്ചു നിന്നത്. ഇപ്പം നമുക്കറിയാം ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് വോക്സിന് അത്ര നല്ലൊരു മത്സരം ആയിരുന്നില്ല. എന്നാൽ ഇന്ന് വളരെ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു, 2 വിക്കറ്റ് ഇട്ടു. ഇപ്പോൾ ബ്രേഡൻ കാർഡ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ്സ് ആ ഒരു കരുൺ നായരുടെ ആ ഒരു വിക്കറ്റ് ഇട്ടു. പിന്നീട് ബെൻ സ്റ്റോക്സും ഷോയബ് ബാഷറും, സ്റ്റോക്സ് ഇട്ടത് ജയ്സ്വാളിന്റെ വിക്കറ്റാണ്, ഷോയബ് ബാഷർ ഇട്ടത് പന്തിന്റെ വിക്കറ്റാണ്. പിന്നീട് ജോഷ് ടങ്ക് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അതാണ് ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഈക്വൽ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇന്ത്യ മികച്ച രീതിയിലാണ്. അതായത് ആ ഒരു 2 വിക്കറ്റ് തുടർച്ചയായിട്ട് ഇട്ടിട്ട് ഇംഗ്ലണ്ട് തിരിച്ചു വന്നു. പക്ഷേ ഇന്ത്യ നല്ല രീതിയിലാണ് മത്സരം എൻഡ് ചെയ്തത്. എന്നാൽ ഇംഗ്ലണ്ടിന് 5 വിക്കറ്റ് വീഴ്ത്താനായി. ഇപ്പോൾ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്. അതായത് ഭയങ്കരമായിട്ടുള്ള കാര്യമുള്ള സ്വിംഗ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മത്സരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മത്സരത്തിലുള്ള അത്രയും പോലും സ്വിംഗ് ഈ മത്സരത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ബോളേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും സ്റ്റംപ്സിനെ അറ്റാക്ക് ചെയ്തിട്ടാണ് ഇന്ന് പന്തെറിഞ്ഞത്. ആ ഒരു എന്താണ് പ്ലാനിങ്ങിൽ തന്നെ തീർച്ചയായിട്ടും ആ സ്ട്രാറ്റജിയിൽ തന്നെ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഇന്നത്തെ മത്സരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കൂടുതൽ സ്റ്റംപ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഡെലിവറിയൊക്കെ വന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊരു പിന്തുണ നമ്മുടെ ബോളേഴ്സിന് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള പിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ ഇനി നാളെ, ഇപ്പം നമ്മൾ ആദ്യത്തെ മത്സരം കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇതുപോലെ തന്നെ നല്ലൊരു രീതിയിൽ വേണമെങ്കിൽ ഒരു സ്ട്രോങ് പൊസിഷനിൽ ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ദിവസം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ കളഞ്ഞിട്ട് ഇന്ത്യ ആ ഒരു ഡോമിനൻസ് വിട്ടുകളയാണ് ഉണ്ടായത്. ഈ മത്സരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിൽ കണ്ട പോലെ 2 ഇന്നിങ്സിലും കണ്ട പോലെ ഒരു കൂട്ടത്തർച്ച ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോട്ടൽ സ്കോറായിട്ട് മിനിമം ഒരു 450 ഇന്ത്യ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതായിരിക്കണം ഇന്ത്യയുടെ ലക്ഷ്യം. ഇനി 5 വിക്കറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ മാക്സിമം റൺസ് എടുക്കുക, എന്നാൽ അവരെ പെട്ടെന്ന് പുറത്താക്കി. ഇപ്പോൾ കഴിഞ്ഞ 2 ഇന്നിങ്സുകളിലും ആ ഒരു ഫീറ്റ് ആവർത്തിക്കാനായിരിക്കും ഇംഗ്ലണ്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരം തന്നെ നമുക്ക് കാണാം. അപ്പോൾ ശുഭ്മാൻ ഗില്ലിന് ആ ഒരു സെഞ്ചുറിയുടെ കൂടെ ഒരു ഡബിൾ സെഞ്ചുറിയൊക്കെ നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്താണ് ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.